നമസ്കാരം. നമ്മൾ ഡൽഹൌസിയെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നില്ലേ കഴിഞ്ഞ ദിവസം? ആധുനിക ഇന്ത്യ ചരിത്രം പറഞ്ഞു വന്ന് ബ്രിട്ടീഷുകാരെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ ഡൽഹൌസിയിലെത്തി. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന രീതിയിൽ ഡൽഹൌസി ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അദ്ദേഹം കുപ്രസിദ്ധനായി മാറിയ ഒരു പരിഷ്കാരമുണ്ട്. അദ്ദേഹത്തെ കുപ്രസിദ്ധനാക്കി മാറ്റിയ പരിഷ്കാരം അതാണ് ദത്താവകാശ നിരോധന നയം, ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. ഡെലൂസി ഇവിടെ വന്നപ്പോൾ തന്നെ ചെയ്ത പരിപാടി 1848 തന്നെ കൊണ്ടുവന്നൊരു പരിഷ്കാരം, ദത്താവകാശ നിരോധന നയം. ദത്തെടുക്കപ്പെടുന്നവർക്ക് അവകാശം കൈമാറുന്നത് നിരോധിക്കുന്ന നയം. നമ്മുടെ നാട്ടുരാജ്യങ്ങളിൽ അക്കാലത്ത് അനന്തരാവകാശികളെ തീരുമാനിക്കുന്നതിന് രണ്ട് രീതി ഉണ്ടായിരുന്നു. ഒന്ന് മക്കത്തായം, മറ്റൊന്ന് മരുമക്കത്തായം. അപ്പോൾ അച്ഛൻ മകനിലേക്ക് അധികാരം കൈമാറുന്നു, അത് മക്കത്തായം. ഇനി അധികാരം മൂത്ത സഹോദരിയുടെ മൂത്ത മകനിലേക്ക് കൈമാറുന്നു, അത് മരുമക്കത്തായം. അപ്പോൾ ഈ രണ്ട് സമ്പ്രദായങ്ങളുള്ള നാട്ടുരാജ്യങ്ങളിൽ അനന്തരാവകാശി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരാളെ ആ സ്ഥാനത്തേക്ക് ദത്തെടുക്കും. മക്കത്തായം ഉള്ളിടത്താണെങ്കിൽ മകനായി ദത്തെടുക്കും, മരുമക്കത്തായം ഉള്ളിടത്താണെങ്കിൽ മരുമകനായി ദത്തെടുക്കും. അപ്പോൾ ഡൽഹൌസിയുടെ ദത്താവകാശ നിരോധന നിയമം അനുസരിച്ച് ഈ സംരക്ഷിത നാട്ടുരാജ്യത്തിലെ നാട്ടുരാജാക്കന്മാർ ദത്തെടുത്താൽ ആ ദത്തെടുക്കുന്ന ആൾക്ക് അവകാശം കൊടുക്കാൻ പറ്റില്ല. സംരക്ഷിത നാട്ടുരാജ്യം അതെന്താ സംഭവം? നമ്മുടെ വെല്ലസ്ലിയില്ലേ, വെല്ലസ്ലിയുടെ സൈനിക സഹായ വ്യവസ്ഥയിൽ ചേർന്നിട്ടുള്ള നാട്ടുരാജ്യങ്ങൾ, ആ നാട്ടുരാജ്യങ്ങളെയാണ് സംരക്ഷിത നാട്ടുരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സംരക്ഷിത നാട്ടുരാജ്യത്തിലെ നാട്ടുരാജാവ് അനന്തരാവകാശി ഇല്ലാതെ മരിക്കുകയാണെങ്കിൽ അവര് ദത്തെടുത്തിട്ടുള്ള ആൾക്ക് അധികാരം കൈമാറാൻ പറ്റില്ല. ആ നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രദേശമാക്കി മാറ്റും. അതാണ് ദത്താവകാശ നിരോധന നയം. അങ്ങനെ ദത്താവകാശ നിരോധന നയം അനുസരിച്ച് ഡൽഹൌസി ആദ്യമായി പിടിച്ചെടുത്ത പ്രദേശം സത്താറയാണ്. 1848 തന്നെ സത്താറ പിടിച്ചെടുത്തു. പിന്നെ ഝാൻസി, നാഗ്പൂർ, സാമ്പൽപൂർ, ബിജപ്പൂർ എന്നിങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ആര് പിടിച്ചെടുത്തു? ഡൽഹൌസി പിടിച്ചെടുത്തു. ഈ നാട്ടുരാജ്യങ്ങളിലൊക്കെ ഭരണാധികാരികൾ, അധികാരം ലഭിക്കേണ്ടിയിരുന്നവര്, അല്ലെങ്കിൽ അധികാരത്തിൽ തൻ്റെ ദത്തെടുത്ത പുത്രനെ കൊണ്ടുവരാൻ ശ്രമിച്ചവര്, ഇവരൊക്കെ എന്ത് ചെയ്തു? അവസാനം ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങി. അങ്ങനെ 1857 വിപ്ലവത്തിന് ഒരു പ്രധാന കാരണമായി തീരുകയാണ് ഈ ദത്താവകാശ നിരോധന നയം. നമുക്കറിയാം, ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയുടെ ദത്തുപുത്രനായ ദാമോദർ റാവുവിന് അധികാരം കൈമാറാൻ പറ്റാതെ വന്നപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായി കലാപത്തിനിറങ്ങി. അങ്ങനെ തന്നെയാണ് ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ഭരണാധികാരികളും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് കലാപത്തിനിറങ്ങുന്നത്. അപ്പൊ അതാണ് ഡൽഹൌസിയെ കുപ്രസിദ്ധനാക്കി തീർത്ത ദത്താവകാശ നിരോധന നയം.